എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെല്ലാവരും ധാരാളം നെഗറ്റീവ് ഇമോഷൻസ് വച്ച് പുലർത്തുന്നവരാണ്. മിക്കവാറും എല്ലാ മുതിർന്നവരും പറയാറുണ്ട്, നെഗറ്റീവ് ഇമോഷൻസ് വച്ച് പുലർത്തുന്നത് ശരിയല്ല, അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയടച്ച് മാറ്റിവെക്കണം എന്നുള്ളത്. ചില നെഗറ്റീവ് ഇമോഷൻസിനെ എങ്ങനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാം, അതായത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാതെ, നമ്മുടെ മനസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതെ ചില നെഗറ്റീവായ ഇമോഷൻസിനെ പൊതുവെ CBT രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. നെഗറ്റീവ് ഇമോഷൻസ് സാധാരണഗതിയിൽ ഒരുപാടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ 9 നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദേഷ്യം. നമ്മൾ പറയാറുണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതാണ്. ദേഷ്യം ഒരു ദിവസം കൊണ്ട് കൺട്രോൾ ചെയ്യുവാൻ കഴിയുകയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് വളരെയധികം പ്രധാനമാണ്. ചില ആളുകളുടെ അടുത്ത് അവർ എന്തു ചെയ്താലും നമുക്ക് ദേഷ്യം വരില്ല. അതേസമയം ചില ആളുകളോട് അവർ എന്ത് ചെറുതായി ചെയ്താലും അവരോട് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ പറയുന്ന ടെക്നിക്ക് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം. ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് തരത്തിലുള്ള ബൗണ്ടറിയാണ് ക്രോസ് ചെയ്തത്, എവിടെയാണ് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യേണ്ടത്, ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഞാൻ ദേഷ്യപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ആ ധാരണക്കനുസരിച്ച് ഇനി അങ്ങോട്ട് ആ ബൗണ്ടറി ക്രോസ് ചെയ്യില്ല, ആ തെറ്റിദ്ധാരണ ഞാൻ മാറ്റും, ഈ ആളോടുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മാറ്റും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ പതിയെ എത്തുക. ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല, തുടർച്ചയായി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഓരോ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഈ ദേഷ്യം എന്ന് പറഞ്ഞ മാനസികാവസ്ഥ വളരെ ഭംഗിയായി കൺട്രോൾ ചെയ്യുവാൻ കഴിയും. രണ്ടാമത് വിഷമം, സങ്കടം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ സങ്കടം. എല്ലാ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. വിഷമവും അതിലൊന്നാണ്. ഈ വിഷമം വരുമ്പോൾ ഇതേ സാഹചര്യത്തിൽ ഇനി അടുത്ത പ്രാവശ്യം വിഷമം വരാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി സാഹചര്യങ്ങളാണ് തരേണ്ടത്. ഒരേ വിഷയത്തിൽ നമ്മൾ വീണ്ടും സങ്കടം വന്നു എന്ന് വരാം, വിഷമം വന്നു എന്ന് വരാം. ചില വിഷയങ്ങളിൽ നമുക്ക് വിഷമം വന്നില്ല എന്നും വരാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷമത്തെ നമ്മൾ എഴുതി വയ്ക്കുക. നമ്മൾ ജേർണലിംഗ് എന്ന് പറയാറുണ്ട്. ജേർണലിംഗിൽ നമ്മൾ വിഷമത്തെ എഴുതി വയ്ക്കുക. ഏത് സാഹചര്യത്തിലാണ് എനിക്ക് വിഷമം വന്നത്, അത് എന്തുകൊണ്ടാണ് വന്നത്, ഞാൻ അതിനെ എങ്ങനെ നേരിടണമായിരുന്നു, ഇനി ഭാവിയിൽ ഇതേപോലുള്ള സാഹചര്യം വന്നാൽ ഞാൻ അതിനെ എങ്ങനെ നേരിടും എന്നുള്ള രീതിയിൽ ഒരു ജേർണൽ എൻട്രി ഇടയ്ക്കിടയ്ക്ക് വിഷമം വരുമ്പോഴെല്ലാം എഴുതി വയ്ക്കുന്നത് നിങ്ങളുടെ മാനസിക സന്തുലനം കൃത്യമായി ഹാൻഡിൽ ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കും. മൂന്നാമത് പേടി, ഫിയർ എന്ന് പറയുന്ന നെഗറ്റീവ് ഇമോഷൻ. ഈ പേടി എന്തുകൊണ്ട് വന്നു? നമ്മൾ പേടി വരുമ്പോഴെല്ലാം അല്ലെങ്കിൽ പേടി വരുന്ന സമയത്ത് ഒരുപാട് പേടികൾ, നമ്മളിത് ആങ്സൈറ്റി ഡിസോർഡറുമായോ അതല്ലെങ്കിൽ OCD അതുമല്ലെങ്കിൽ ഈ ഫിയർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാഹചര്യവുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതാണ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതായത് പേടി പല സാഹചര്യങ്ങളിലും വരാം, ഒരുപാട് സാഹചര്യങ്ങളിൽ പേടി വരാം. പേടി സാധാരണ ഒരു സംഭവമാണ്, നമ്മുടെ ഒരു വികാരമാണ്. അപ്പോൾ പേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ പേടി വീണ്ടും വന്ന് ഇനി ആ പേടി വരുമോ എന്നുള്ള പേടി നമുക്ക് വരാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ പേടി വരാതിരിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. പേടി വന്ന സാഹചര്യത്തെ ഇനി ഞാൻ എന്തുകൊണ്ട് പേടിച്ചൂടാ എന്ന് കൃത്യമായി നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ വീണ്ടും ജേർണൽ എൻട്രി നിങ്ങളെ സഹായിക്കും. എഴുതുക, ഈ പേടി എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു, ഞാൻ എന്തുകൊണ്ട് ഈ സാഹചര്യത്തെ പേടിച്ചു, അതിന് മാറായി ഇനി ഭാവിയിൽ ഇതേ സാഹചര്യത്തെ ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ, ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ അതിനെ മാനസികമായി എങ്ങനെ നേരിടും, ടാക്റ്റിക്കലായി എങ്ങനെ നേരിടും എന്ന് കൃത്യമായി എഴുതി വയ്ക്കുക. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ ചോദിക്കാം. എഴുതി വയ്ക്കുമ്പോൾ
അതിനെ നേരിടാൻ നമുക്ക് കൃത്യമായൊരു മാർഗനിർദ്ദേശം ഉണ്ടാക്കി വയ്ക്കുകയാണ്. അടുത്ത പ്രാവശ്യം അതേ സാഹചര്യം വരുമ്പോൾ നമ്മുടെ പേടി സ്വാഭാവികമായും കുറയും. നാലാമത് ഗിൽറ്റ്, അതായത് കുറ്റബോധം. കുറ്റബോധം വരുന്നതും വളരെ സാധാരണമാണ്. ചില വിഷയങ്ങളിൽ, എല്ലാ വിഷയങ്ങളിലും കുറ്റബോധം വരണമെന്നില്ല, ചില വിഷയങ്ങളിൽ കുറ്റബോധം വരാം. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കുറ്റബോധം എനിക്ക് വരാനിടയായ എൻ്റെ സാഹചര്യം എന്താണ്? ഏത് വാല്യൂ ആണ് ഞാൻ ഇവിടെ ലംഘിച്ചത്? ഏത് സോഷ്യൽ ആയിട്ടുള്ള ഒരു നോം, ഒരു അലിഖിതമായ ഒരു ഘടനയുണ്ട്, ആ ഘടനയെ ഞാൻ ബാധിച്ചത് ഏത് രീതിയിലാണ് ഞാൻ അതിനെ ലംഘിച്ചത് എന്ന് കൃത്യമായി എഴുതി വയ്ക്കുക. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വയ്ക്കുന്നു. അതിനുശേഷം ഇനി ആ വാല്യൂ ഭാവിയിൽ ഏത് രീതിയിൽ ഞാൻ ലംഘിക്കാതിരിക്കും എന്നുള്ളതും എഴുതി വയ്ക്കുക. ഇപ്പോൾ ലംഘിച്ച ഈ അതിർത്തിയെ, അതിർവരമ്പിനെ ഞാനിതിനെ എങ്ങനെ താൽക്കാലികമായി പശ്ചാത്തപിച്ചോ അതല്ലെങ്കിൽ ആ വ്യക്തിയോട് പോയി ക്ഷമാപണം നടത്തിയോ സാഹചര്യത്തിൽ പോയി അവിടെ പശ്ചാത്തപിക്കുകയോ ചെയ്ത് ഇപ്പോഴുള്ള എൻ്റെ മാനസികാവസ്ഥയെ ഞാൻ മാറ്റിയെടുക്കും. പിന്നീട് അതേ പ്രശ്നം വീണ്ടും ഉണ്ടാവാതിരിക്കുവാൻ ഞാൻ ഇതേ രീതിയിൽ അതുമായി ഇടപെടും എന്ന് എഴുതി വയ്ക്കുക. അഞ്ചാമത് ആങ്സൈറ്റി. ആങ്സൈറ്റി എന്നാൽ ഫിയർ എന്നാൽ അപ്പോഴുള്ള സാഹചര്യമാണ്. ആങ്സൈറ്റി എന്നാൽ വരാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള പേടി. അതാണ് ആങ്സൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആങ്സൈറ്റിയെ നമ്മൾ എങ്ങനെ നേരിടണം? വീണ്ടും അതേപോലെ ഡയറിയിൽ എഴുതുക. ഏത് കാര്യമാണ് എന്നിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്? ഏത് കാര്യമാണ് എന്നിൽ ആങ്സൈറ്റി കലർന്ന സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്നത്? എന്താണ് സാഹചര്യം എന്ന് എഴുതി വയ്ക്കുക. അതിനെ നമ്മൾ ഭംഗിയായി വിശകലനം ചെയ്ത് എങ്ങനെ ഞാനതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളതും കൂടി എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് സ്വയം കഴിയുന്നില്ലെങ്കിൽ ഒരു സഹായം, മറ്റുള്ളവരുടെ സഹായം തേടുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം എല്ലാവരോടും, പല ആളുകളോടും സംസാരിച്ചാൽ മാത്രമേ ഓരോ വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അടുത്തത് ജലസിയാണ്. ജലസിയും എൻവിയും രണ്ടും അസൂയ തന്നെയാണ്. പക്ഷേ ജലസിക്കും എൻവിക്കും വേറെ വേറെ മാനദണ്ഡങ്ങളുണ്ട്. ആദ്യം പറയുന്നത് ജലസിയാണ്. ജലസി എന്ന് പറഞ്ഞാൽ വളരെ ദോഷകരമായ രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അസൂയ. മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവന് ഇല്ലാത്ത എന്തോ ഒന്ന് എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കില്ലാത്ത എന്തോ ഉണ്ട് അവനുണ്ട് എന്നുള്ള തരത്തിലുള്ള ചിന്തയല്ല. ഇത് ടോട്ടലി നെഗറ്റീവാണ്. ജലസി എന്ന് പറയുന്നത് ടോട്ടലി നെഗറ്റീവാണ്. അവനത് ഉണ്ടാവരുത്, അവനത് ഉണ്ടായത് വളരെയധികം മോശമായി പോയി എന്നുള്ള രീതിയിൽ ടോട്ടലി നെഗറ്റീവായ ഒരു എമോഷനാണ് ഈ ജലസി. അപ്പോൾ ഈ ജലസി അസൂയ തന്നെയാണ്, രണ്ടും അസൂയ എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയുക. പക്ഷേ ഇവിടെ ജലസി എന്ന് പറയുന്നത് ടോട്ടലി നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷനാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്നെ ഇൻസെക്യൂർ ആക്കുന്ന ആ ആഗ്രഹം, ആ ആവശ്യം, ആ കമ്പാരിസൺ എന്താണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ അതേ കമ്പാരിസൺ, ആ ഒരു സാഹചര്യത്തെ, ആ സാധനത്തെ, എന്നിലില്ലാത്ത മറ്റുള്ളവരിൽ ഞാൻ അസൂയ, നെഗറ്റീവായ അസൂയ ജനിപ്പിക്കുന്ന ആ വിഷയത്തെ ഞാൻ ഭാവിയിൽ എങ്ങനെ നേരിടുമെന്നും ആ സാധനം അല്ലെങ്കിൽ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഏത് രീതിയിൽ പ്രയത്നിക്കുമെന്നും കൃത്യമായി എഴുതി വയ്ക്കുക. തീർച്ചയായും അത് പതിയെ പതിയെ നിങ്ങളുടെ ഈ ജലസിയെ ഇല്ലാതാക്കും. അടുത്തത് എൻവിയാണ്. ഇപ്പോൾ ജലസിക്കും എൻവിക്കും അസൂയ തന്നെയാണ്. പക്ഷേ ഇവിടെ എൻവി എന്ന് പറയുന്നത് കുറച്ചുകൂടി പോസിറ്റീവാണ്. അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, അതുപോലെ എനിക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള അത്ര നെഗറ്റീവ് അല്ലാത്ത എമോഷൻ. അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. ഏത് രീതിയിലാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് എനിക്ക് മുന്നോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കിയ ശേഷം അതിന് കൺസ്ട്രക്റ്റീവായ രീതിയിൽ സെൽഫ് മോട്ടിവേഷനിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഡയറിയിൽ എഴുതി, വീണ്ടും വീണ്ടും എഴുതി അത് പ്രാബല്യത്തിൽ വരുത്തുക. പതിയെ പതിയെ നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അടുത്തത് ഫ്രസ്ട്രേഷൻ, നിരാശ. ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ അത് നടക്കാതിരിക്കുമ്പോഴോ നടക്കുന്നതിൽ പ്രശ്നങ്ങൾ വരുമ്പോഴോ എല്ലാം ഉണ്ടാകുന്ന ഒരു എമോഷനാണ്, നെഗറ്റീവായ എമോഷനാണ്. കാരണം നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഈ ഫ്രസ്ട്രേഷൻ കാരണം, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കാൻ ഈ ഫ്രസ്ട്രേഷൻ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. നമുക്കത് കഴിയില്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം തിരിച്ചടികൾ നേരിടുമ്പോഴും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണെങ്കിൽ, നിരാശരാവുകയാണെങ്കിൽ
അതേ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത്. പല സ്ഥലത്തും ഇത് പോസിറ്റീവാണ്. ഫ്രസ്ട്രേഷൻ വന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഭംഗിയായി ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ഒരുപാട് സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കാറില്ല. ആ സമയത്ത് നമ്മൾ കൃത്യമായി ഡയറിയിൽ എഴുതി വെക്കണം, ഈ ഫ്രസ്ട്രേഷൻ എന്തുകൊണ്ട് വന്നു, ഈ ഫ്രസ്ട്രേഷൻ ഫെയിലിയർ ആണോ അതല്ല അടുത്ത സ്റ്റെപ്പ് എടുക്കുവാനുള്ള എൻ്റെ മോട്ടിവേഷൻ ആണോ, ഈ ഫ്രസ്ട്രേഷൻ വന്നതുകൊണ്ട് എനിക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതെല്ലാം ഡയറിയിൽ എഴുതി വയ്ക്കുക. ഇനി ഭാവിയിൽ ഫ്രസ്ട്രേഷൻ വന്നാൽ ഞാനിതിനെ എങ്ങനെ നേരിടും? നമുക്കറിയാം തിരിച്ചടികൾ എപ്പോഴും ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം എന്നില്ല, തിരിച്ചടികൾ ഉണ്ടാവും. അപ്പോൾ ഈ തിരിച്ചടികൾ വന്നാൽ ഞാൻ അതിനെ സംയമനത്തോടു കൂടി എങ്ങനെ നേരിടും, അതിന് തക്കതായിട്ടുള്ള മോട്ടിവേഷൻ ഞാൻ എങ്ങനെ കണ്ടെത്തും, അതിന് തക്കതായിട്ടുള്ള എൻ്റെ കപ്പാസിറ്റി, അതായത് എൻ്റെ എബിലിറ്റീസ് എത്രയുണ്ട്, അതിന് ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതെല്ലാം കൃത്യമായി ഡയറിയിൽ എഴുതി വയ്ക്കുക. അടുത്തത് ഷെയിം, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനുള്ള, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രയത്നിക്കുവാനുള്ള, മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുവാനുള്ള ഒരുതരം മടി, നാണം, അങ്ങനെയൊക്കെ അതിന് പറയാം. ഷെയിം പൊതുവേ ഈ ജോലി സാഹചര്യങ്ങളിലോ കോളേജ് സാഹചര്യങ്ങളിലോ ഒക്കെയായി സംഭവിക്കുന്നൊരു വിഷയമാണ്. മറ്റുള്ളവർ എൻ്റെ നേരെ കൈ ചൂണ്ടുമോ എന്നുള്ള ഒരു ചിന്ത, ഇത് സോഷ്യൽ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഷെയിം അതായത് നാണം എന്നുള്ള രീതിയിൽ, മടി എന്നുള്ള രീതിയിൽ കണക്കാക്കിയാൽ മതി. ഇതൊരു നെഗറ്റീവ് ഇമോഷനാണ്. കാരണം എങ്കിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഈ ഇമോഷൻ വളരെയധികം സഹായിക്കും. ഇതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയിം ആയി എന്നെ കണക്കാക്കാൻ, എന്ത് പ്രശ്നമാണ് എനിക്കുണ്ടായത്, ഏത് കാര്യമാണ് ഞാൻ പ്രതീക്ഷിച്ച് നടക്കാതെ പോയത്, അല്ലെങ്കിൽ അതിൽ എനിക്ക് പ്രതിബന്ധം നേരിട്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ ഭാവിയിൽ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും, ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതെല്ലാം ജേർണൽ രൂപത്തിൽ എഴുതി വയ്ക്കുക. ഈ 9 ഇമോഷൻസാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഏകദേശം എല്ലാ ഇമോഷൻസിനും ഇത് വളരെ പ്രധാനപ്പെട്ട ഇമോഷൻസ് ആയതുകൊണ്ട് ഞാനത് കവർ ചെയ്തു എന്നേ ഉള്ളൂ. CBT പ്രൊസീജിയറിൽ ഏത് ഇമോഷൻസിനെയും, നെഗറ്റീവ് ഇമോഷൻസിനെ വളരെ ഭംഗിയായി ഓരോന്നായി അഡ്രസ്സ് ചെയ്ത്, ആ ഓരോന്നിനെയും അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ നമ്മുടെ റെറ്റോറിക് ഉണ്ട്, നെഗറ്റീവായ നമ്മുടെ മനസ്സിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നെഗറ്റീവായ കാര്യങ്ങളെ മാറ്റിയെടുത്ത് അതിനെ പതിയെ പതിയെ പോസിറ്റീവാക്കി മാറ്റി, ആ നെഗറ്റീവായ കാര്യങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റി, നമ്മുടെ ഈ ടോട്ടൽ നെഗറ്റീവ് ഇമോഷൻസിനെ വളരെ ഭംഗിയായി നമ്മുടെ ദൈനംദിന ജീവിതത്തിന് നെഗറ്റീവായി ബാധിക്കാത്ത തരത്തിൽ മാറ്റിയെടുക്കുവാനുള്ള CBT പ്രക്രിയകളുണ്ട്. അത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആയാലും ഈ ജേർണൽ റൈറ്റിംഗ് ആയാലും എല്ലാം അതിനുള്ള പ്രക്രിയകളാണ്. കൃത്യമായി ഉപയോഗിച്ചാൽ നെഗറ്റീവ് ഇമോഷൻസിന് നമുക്ക് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ കഴിയും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നെഗറ്റീവ് ഇമോഷൻസ് ഒരു കാരണവശാലും ദോഷകരമല്ല. അത് നമ്മളെ വല്ലാതെ കാർന്ന് തിന്നുന്ന തരത്തിൽ, വളരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്. നെഗറ്റീവ് ഇമോഷൻസ് പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുവാൻ, പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായും നെഗറ്റീവ് ഒരിക്കലുമല്ല, അവ നമ്മളെ സഹായിക്കാറുണ്ട്. പക്ഷേ ആ നെഗറ്റീവ് ഈ ഇമോഷൻസിൽ കയറിപ്പിടിച്ച് അതാണ് എൻ്റെ ജീവിതമെന്നും അതെൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നും ഉള്ള ആ ചിന്താഗതി നമ്മുടെ ജീവിതം ആക്ച്വലി നശിപ്പിക്കും. അതുകൊണ്ട് നെഗറ്റീവ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ലൈക്ക് ബട്ടണും കമൻറ്റ് ബട്ടൺ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. എല്ലാവർക്കും നന്ദി.